പടച്ചവനെ അങ്ങനെ 5 വർഷക്കാലം സന്തോഷത്തോടുകൂടി കഴിയുകയാ. വാപ്പാടെ കൂടെ ഫാത്തിമ എവിടെ പോയാലും മുത്തുനബി കൊണ്ടുപോകും. അത് കാരണം വാപ്പയോട് വല്ലാത്ത സ്നേഹം. 5 കൊല്ലം കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞു. പ്രവാചകന പ്രബോധനവുമായി ഇറങ്ങിയപ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ. വല്ലാത്ത കുത്തുവാക്കുകളും പരിഹാസങ്ങളും. പടച്ചവനെ വല്ലാത്ത വേദനയാണ്. റസൂലുള്ളാഹിനെ കളിയാക്കുകയാണ്. പടച്ചവനെ അതാ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതാ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. അതാ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് പോയതാണ്. ഫാത്തിമ ബീവി നോക്കുമ്പോ ഏകദേശം ഒരു 6 വയസ്സ് വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പിതാവിനെ കാണുന്നില്ല. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ദാ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോ അതാ അബൂജഹലും തന്റെ അനുയായികളുമുണ്ടല്ലോ പുഴുത്തു നാറിക്കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിലേക്ക് ചെല്ലുമ്പോ ആ പുഴുത്തു നാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകന്റെ തലയിലേക്ക് ഇടുകയാണ്. റസൂലുള്ള സുജൂദിൽ കിടക്കുകയാണ്. പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല. തല ഉയർത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് മുഴുവനും ഹിജ്റ പോയിരിക്കുകയാണ്. അതാ അബൂബക്കർ തങ്ങളോ ഉസ്മാൻ തങ്ങളോ അലിയാർ തങ്ങളോ ആരും മക്കത്തില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പുഴുത്തു കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് തലയിലിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തല ഉയർത്താൻ കഴിയാതെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുമ്പോ 6 വയസ്സുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ വാപ്പാനെ കാണാതെ വെളിയിലിറങ്ങുമ്പോ കാണുന്ന രംഗമാണ്. ആ പൊന്നുമകള് വാപ്പയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് സുജൂദിൽ കിടക്കുന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയുണ്ടല്ലോ, ആ ചെറിയ മകള് വാപ്പാടെ തലയിൽ നിന്ന് വലിച്ച് താഴേക്കിടാൻ സഹായിക്കുകയാ. അവസാനം ആ കുടൽമാല താഴേക്ക് വീണപ്പോ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ദുർഗന്ധമടിച്ച് വീശുന്ന ആ കുടൽമാലയുടെ അംശങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റുകയാ. തന്റെ പിതാവിന്റെ തലയിൽ നിന്ന് ആ പുഴുത്തു നാറിക്കിടക്കുന്ന വല്ലാത്ത ദുർഗന്ധമടിക്കുന്ന കുടൽമാല അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഏകദേശം 6 വയസ്സേ ഉള്ളൂ. തന്റെ വാപ്പാടെ തലയിൽ നിന്നത് മുഴുവനും ഇങ്ങനെ എടുത്തു കളഞ്ഞിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ ഇവരെന്തിനാ എന്റെ ഉപ്പാനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ സമയത്ത് വല്ലാത്ത പ്രയാസമാണല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ലാ കർബ അലയ്യ ബീകി ഫിൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഇതൊക്കെ ഈ ദുനിയാവിലല്ലേ ഉള്ളൂ, വാപ്പായിക്ക് നാളെ ആഖിറത്തിൽ ഒരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അതാ ഫാത്തിമ ബീവി ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അതാ ശത്രുക്കളുടെ പീഡനം തുടങ്ങുകയാണ്. ഏറ്റവും വലിയ
വേദന എന്തെന്നറിയുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ താത്തമാരായ രണ്ട് സഹോദരിമാര്, റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, ഇവര് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനം തുടങ്ങിയപ്പോ ഭർത്താക്കന്മാര് തലാഖ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുകയാണ്. ഫാത്തിമ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? രണ്ട് സഹോദരിമാരും വിധവകളായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന രംഗമാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രബോധനങ്ങളൊക്കെ തുടങ്ങി. ശത്രുക്കൾ വല്ലാത്ത പീഡനങ്ങളാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും ഊരുവലക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനെ അവിടുന്ന് ഊരുവലക്കുകയാണ്. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെയും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും കൊണ്ടുപോയി ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഒരാളും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഒരാളും സഹായിക്കാൻ പാടില്ല. ഖുറൈശികൾ അതാ അവിടുന്ന് ഓർഡറിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാ. പടച്ചവരെ, 3 കൊല്ലമാണ് കിടന്നത്, 3 വർഷക്കാലമാണ് കിടന്നത്. ഒരാളും സഹായിക്കാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ഭക്ഷണമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ പിതാവിന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു പോവുകയാണ്. വാപ്പാ വിശക്കുന്നു, വാപ്പാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വാപ്പയുടെ മുന്നിൽ ചെന്ന് പരാതി പറയാ പോകുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പച്ചില പറിച്ചിട്ട് കഴിക്കുന്ന രംഗമാണ്. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ, വിശന്ന് തളർന്നിരിക്കുന്ന പൊന്നുമോളുണ്ടല്ലോ, വാപ്പാടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണുന്ന രംഗമെന്താണ്? അല്ലാഹുവിന്റെ റസൂല് പുല്ല് പറിച്ചിട്ട് കഴിക്കുകയാ. അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് തളർന്നു കിടക്കുന്ന മക്കളെ കണ്ടിട്ട്, വിശന്ന് കിടക്കുന്ന ഭാര്യയെ കണ്ടിട്ട്, പുല്ല് പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഖദീജ, എന്തിനാ നീ പട്ടിണി കിടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, നീ എന്തിനാ എന്റെ കൂടെ പട്ടിണി കിടക്കുന്നത്? ഈ മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖദീജ ബീബി ആരെന്നറിയുമോ? ഏറ്റവും വലിയ സമ്പന്നന്റെ കുടുംബത്തിൽ പിറന്നതാണ് ഖദീജ. ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്നു ഖദീജ. ആ ഖദീജ ബീബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, നിനക്ക് പ്രയാസം എന്താണെന്നറിയില്ല, നിനക്ക് പട്ടിണി കിടന്ന ശീലമില്ലല്ലോ, പച്ചില പറിച്ച് കഴിക്കുന്ന അവസ്ഥയിലെത്തിയല്ലോ, അതുകൊണ്ട് നീ മക്കളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ, പട്ടിണി കിടന്നു മരിച്ചാലും ഞാൻ നിങ്ങളെ വിട്ടിട്ടു പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ അടുക്കലേക്ക് വാപ്പ വിശക്കുന്നു എന്ന് പറയാൻ വേണ്ടി പോകുമ്പോ മോള് കാണുന്ന രംഗം, വാപ്പ പുല്ലു പറിച്ചിട്ട് തിന്ന.
ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് വാപ്പാടെ അടുക്കിലേക്ക് പോകുമ്പോ വാപ്പ പുല്ല് പറിച്ചിട്ട് കഴിക്കുക. ആ അവസ്ഥ കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു, എന്നോട് ആ ശത്രുക്കൾക്കൊക്കെ ദേഷ്യം, നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ മക്കളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിൽ പോ, നീ ഇങ്ങനെ പട്ടിണിയൊന്നും കടന്നിട്ടില്ലല്ലോ ഖദീജ, നീ മക്കളെയും കൊണ്ടുപോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ മരിച്ചാലും ഞാൻ പോകൂല, മരിച്ചാലും ഞാൻ പോകൂല, ഞാൻ എന്തായാലും മരിക്കേണ്ടി വന്നാൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അള്ളാഹുവേ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഇതിങ്ങനെ കണ്ടു വളരുകയാ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ വാപ്പയും ഉമ്മയും കൂടെ പടച്ചവനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാ ഫാത്തിമ എന്ന് പറയുന്ന മകൾ ഇങ്ങനെ വളരുന്നത്. പക്ഷെ നമ്മുടെ വീടിന്റെ ചുറ്റുപാട് വേറെയാ. നമ്മുടെ മക്കൾ ഇന്ന് നോക്കുമ്പോ വാപ്പായും ഉമ്മായും തല്ലുന്നത് കണ്ടാ വളരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതും ചീത്ത വിളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും കണ്ടാ നമ്മുടെ മക്കൾ വളരുക. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് നോക്കുമ്പോ നിങ്ങൾ ചിന്തിക്കും, 3 കൊല്ലം സഹോദരങ്ങളെ, 1-2 വർഷമല്ല, 3 വർഷക്കാലം ഷൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പുല്ലു പറിച്ചു തിന്ന് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു മുത്തുനബിയും തന്റെ കുടുംബവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം അവിടെ നിന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് നാട്ടുകാരൊക്കെ സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്കും മടങ്ങി വന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കടന്ന് രോഗിയായി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി, വല്ലാത്ത രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് രോഗം പിടിച്ചിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിൽ അല്ലാഹുവേ, 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ മരണത്തിന്റെ കിടകിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. ഫാത്തിമ എന്ന് പറയുന്ന 15 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പയുടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ യാത്ര പറയുകയാണ്, വാപ്പയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറയുകയാണ്. അവസാനം അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമാന്റെ കയ്യിൽ പിടിച്ച് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിങ്ങി പൊട്ടിയിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഫാത്തിമാനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. ഫാത്തിമ ബീബിയുടെ കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ, എന്റെ പൊന്നുമോലെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ നബിയേ. എന്റെ ഫാത്തിമാനെ കരയിപ്പിക്കല്ലേ നബിയേ. ഒരു ഉമ്മയുടെ ആവശ്യം വേണ്ട